അവിഹിതവും ജിഹാദും. മലയാള സിനിമയുടെ ഒരു പോക്കെ. ഏ അവിഹിതവും ജിഹാദും. ഒരു പുതിയൊരു ആരോപണവുമായിട്ട് അൻസിബ ഹസൻ വന്നിക്കണം. അതായത് ടിനി ടോം എന്ത് ജിഹാദിയാണെന്ന് പലരോടും പറഞ്ഞ്, അതുപോലെ തന്നെ പലരുമായിട്ട് അൻസിബക്ക് അവിഹിതം ഉണ്ട് എന്നൊക്കെ അതും പലരോടും പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ന്യൂസാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. മലയാള സിനിമ താരസംഘടനയായ അമ്മയുടെ അല്ലെങ്കിൽ അമ്മയിൽ ഗ്രൂപ്പിസം, ഈ ഗ്രൂപ്പ് കളി ഇപ്പൊ പുതിയ കമ്മിറ്റി കയറിയതിന് ശേഷം ഗ്രൂപ്പിസവും ഗ്രൂപ്പിലൊക്കെ തകൃതിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുക എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുന്നേ, അതായത് ഈ ന്യൂസുകൾ വരുന്നതിന് മുന്നേ പല നടന്മാർക്കെതിരെയും പീഡന കുറ്റം, അതുപോലെ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, അങ്ങനത്തെ രീതിയിൽ വകുപ്പുകളിലൊക്കെ ആയിട്ട് പല നടന്മാരുടെ പേരിലും കേസുകളുണ്ട്. അപ്പൊ അതിപ്പോ പ്രത്യേകമായിട്ട് പറയേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾക്ക് ന്യൂസുകളിലൂടെയും മറ്റുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പൊ പുതിയൊരു ആരോപണം ടിനി ടോമിനെതിരെയാണ് വന്നിട്ടുള്ളത്. പുതിയൊരു ആരോപണം വന്നിട്ടുള്ളത് ടിനി ടോമിന് എതിരായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പൊ അൻസിബ പറയുന്നത് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി, അതായത് ടിനി ടോമിന്റെ ഡ്രൈവറെ മുസ്ലിമാക്കാൻ ശ്രമിച്ചു, ഇസ്ലാമാക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലൊക്കെയുള്ള, അതായത് അങ്ങനത്തെ ന്യൂസുകൾ പലരും പറഞ്ഞ്, അങ്ങനത്തെ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പലരും കംപ്ലൈന്റ് പോലെ പറഞ്ഞു എന്നൊക്കെയാണ് ഹൻസിബ ഹസൻ പറയുന്നത്. എന്ത് പറ്റി മലയാള സിനിമ താരസംഘടനക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്താ പറയാ, ഈ ചേരിക്കളി ഉണ്ടല്ലോ, പെണ്ണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ, പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊച്ചാക്കുന്നില്ല, സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞുകൊണ്ട് ഗ്രൂപ്പായിക്കൊണ്ടുള്ള ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളും. അപ്പൊ അൻസിബ പറയുന്നത് രേഖാമൂലം പരാതി സമർപ്പിച്ചു, അല്ലെങ്കിൽ പരാതി അമ്മയുടെ പ്രസിഡന്റിന് കൊടുത്തു. ഈ പ്രശ്നങ്ങളും കാര്യങ്ങൾക്കൊക്കെ മുന്നേ നമ്മളെ ഇന്നസെന്റ് ചേട്ടൻ, അതുപോലെ തന്നെ വലിയ പ്രമുഖ നടന്മാരൊക്കെ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്ന സംഘടന താരസംഘടന. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ മോശമായ രീതിയിലാണ് സംഘടനയുടെ ഉള്ളിലത്തെ പ്രശ്നങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം അവിഹിതം എന്ന് പറഞ്ഞ, അവിഹിതമുള്ള ഒരാളെ പറ്റി അവിഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല. അവിഹിതമില്ലാത്ത ഒരാളെ പറ്റിയിട്ട് അവിഹിതമുണ്ട് എന്ന് പറഞ്ഞ് ഇതാക്കുന്നത് വളരെ മോശമായ കാര്യമാണ്. കാരണം മാനാഭിമാനത്തിന് മങ്ങലേൽക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നോക്കും. കാരണം ഒരു സ്ത്രീയുടെ മാനാഭിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ വില മറ്റൊന്നിനുമില്ല. ഒരു സ്ത്രീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനാഭിമാനമാണ് ഏറ്റവും വലുത്. മാനത്തിന് എന്തെങ്കിലും ഭംഗം വന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്നതാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഏത് നടി, ആ നടിമാരും ഈ നടിമാരും മറ്റേ നടിമാരും മറിച്ച നടിമാരൊക്കെ കൂടിയിട്ട് ഇപ്പോൾ അങ്ങോട്ടും കൂടെ ഗ്രൂപ്പിസം ആയിട്ട് ഇപ്പോൾ പല പ്രശ്നങ്ങളും ഇനി പുറത്ത് വരാനുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ നിലക്ക് പോയി കഴിഞ്ഞാൽ മലയാള സിനിമയുടെ ഈ താരസംഘടന പൂട്ടേണ്ടി വരും. ആ നിലക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. പുതുമുഖ താരങ്ങളൊക്കെ വന്നിട്ട് മറ്റേ പ്രസിഡന്റും സെക്രട്ടറിയും ജോയിന്റ് സെക്രട്ടറിയും എക്സിക്യൂട്ടീവ് മെമ്പർമാരൊക്കെ, അതായത് വലിയ വലിയ വമ്പൻ താരങ്ങളൊക്കെ മാറി നിന്നിട്ട് പുതുമുഖ താരങ്ങൾക്ക് അവസരം കൊടുത്താൽ വോട്ടിങ്ങിലൂടെ നേടി. കേരള രാഷ്ട്രീയത്തിൽ പോലും ഇല്ലാത്ത പൊളിറ്റീഷ്യൻ ലെവലിലാണ് ഇപ്പോൾ മലയാള താരസംഘടന പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇപ്പോഴത്തെ രസം. അപ്പോ ഹൻസിബക്കെതിരെയും കേസായിട്ടുണ്ട്. ഹൻസിബക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോ ഇപ്പോഴത്തെ ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് ജിഹാദ്, മതജിഹാദ്. രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞാല്
ഇതാണ് അവിഹിതം, പലരുമായിട്ടുള്ള അവിഹിതമാണ്. അതായത് ഇപ്പോൾ ടിനി ടോമിനെതിരെയായിട്ടാണ് വളരെ ഗൗരവമായ ഒരു കാര്യം തന്നെ, ഒരു ആരോപണം തന്നെയാണ് ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറ്റപ്പെടുത്തിയിട്ടും, അതുപോലെ തന്നെ അൻസിബിനെ കുറ്റപ്പെടുത്തിയിട്ടും, അതുപോലെ തന്നെ ഈ ടിനി ടോമിനെതിരായിട്ടും ഒക്കെ ഒരുപാട് കമന്റുകളും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ് കവിഞ്ഞുകൊണ്ടിരിക്കണം, പല രീതിയിൽ, പല രൂപത്തിൽ, പല ഭാവത്തിൽ എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ പുറത്ത് വരാതെ നമ്മൾ വെറുതെ ഒരാളെ കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ന്യായീകരിച്ചിട്ടോ അതിലൊന്നും ഒരു കാര്യമില്ല. അപ്പൊ പീഡനവും അല്ല, എന്താണ് പറയാ, അവിഹിതവും ജിഹാദും അതിന്റെ അന്വേഷണത്തിൽ എല്ലാം പുറത്തു വരട്ടെ. അതുവരെ കാത്തിരിക്കാം. വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.